നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ് എന്ന ഒന്നാമത്തെ ടോപ്പിക്ക് ഫിനിഷ് ചെയ്തു. നമുക്ക് 20 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡയറക്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കും. ഹിസ്റ്ററി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഇൻ ഇന്ത്യ. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ടത് CMAക്കാരാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതങ്ങനെ തന്നെയാണ്. എന്ന് മുതലാണ് ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമാക്കിയത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ICAI എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് നോക്കാം. ICAI എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ 1959 വന്നത്. അത് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് ICWAI എന്നായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പിന്നെ ആദ്യമായി പ്രൊവിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1965 ദ പ്രൊവിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1965 ഇൻ ദി കമ്പനീസ് ആക്ട്. എവിടെയാണ് ആ പ്രൊവിഷൻ വന്നത്? അതും കമ്പനീസ് ആക്റ്റാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ നട്ടെല്ലാണ് ഇത് കമ്പനീസ് ആക്ട്. ആ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 148 ആണ് പ്രധാനമായും കോസ്റ്റ് ഓഡിറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ പറയുന്നത്. ഇനി അതേ കമ്പനീസ് ആക്ടിൽ തന്നെയാണ് ആദ്യമായി 1965 എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഡിറ്റും കൊണ്ടുവരുന്നത്. അപ്പോൾ വേറെ രസം എന്താണെന്ന് വെച്ചാൽ 1959 CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ, CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ ICAI, CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ ദർ ഈസ് നോ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, അങ്ങനെ ഒന്നില്ല. പിന്നെ 1956 കഴിഞ്ഞു, പ്ലസ് എത്രയാണ് 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് 1965 എന്ത് വരുന്നത്, ഈ പറയുന്ന പ്രൊവിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായി വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ടുക്ക് പ്ലേസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം 1947 ഇൻഡിപെൻഡൻസിന് ശേഷം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. എന്താ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ഇൻ എ കൺട്രി, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതോടുകൂടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവുകയും നമുക്ക് നമ്മുടേതായ ഡെവലപ്മെൻറ്റ് വരികയൊക്കെ ചെയ്തു. ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഒക്കെ നമുക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അപ്പോൾ ലോട്ട് ഓഫ് കൺസെഷൻസ് ആൻഡ് ഫെസിലിറ്റീസ് വർ ഗിവൺ ടു എൻ്റർപ്രണേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കൺസെഷൻസ് കൊടുക്കാൻ തുടങ്ങി. വിത്ത് അഡ്വെൻറ്റ് ഓഫ് മാസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെ ഒരു മാസീവായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. നുവാൻസ്, ലൈക്ക് ഈ നുവാൻസ് പറഞ്ഞ പ്രോബ്ലംസ്, വിച്ച് മീൻസ് പ്രോബ്ലംസ് നത്തിങ് പ്രോബ്ലംസ് ലൈക്ക് എക്സസീവ് പ്രൈസിങ്. ഇവരെന്ത് ചെയ്തു, വലിയ പ്രൈസ് ഓരോ പ്രൊഡക്റ്റിനും ചുമത്താൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്ലോയിറ്റ് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെ. അതേപോലെ മറ്റൊരു പരിപാടി ഇവർ ചെയ്യുന്നത്, കമ്പനികൾ ചെയ്യുന്നത്, അണ്ടർ ഇൻവോയ്സിങ് ദ ഇമ്പോർട്ട് ചെയ്ത പ്രൈസ്. ചിലപ്പോൾ ഇമ്പോർട്ട് പ്രൈസ് എത്ര ആവും, ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത് 20,000 ഗുഡ്സ് ആവും. ഇവരത് എത്ര ആയിട്ട് കാണിക്കും, 10,000 ആയിട്ട് കാണിക്കും. ഇതിനാണല്ലോ അണ്ടർ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഈ 10,000 ആയിട്ട് കുറച്ചാൽ അവർക്ക് എന്താ ഗുണം, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റംസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 20,000-ൻ്റെ 10%, ഒരു എക്സാമ്പിൾ പറയുന്നത് 10% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. ആ സ്ഥാനത്ത് അണ്ടർ പ്രൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, 10,000-ൻ്റെ 10% ഗവൺമെൻറ്റിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് കുറച്ച് ടാക്സ് കൊടുക്കുന്ന, ടാക്സ് വെട്ടിക്കാൻ അങ്ങനെ ഒരു കാരണം പറയുന്നു. പിന്നെ മറ്റൊരു പരിപാടി ഓവർ പ്രൈസിങ് ഓഫ് എക്സ്പോർട്ടിന് എന്ത് ചെയ്യും, അവർ ഓവർ പ്രൈസ് ചെയ്യും. കാരണം എന്താ, എക്സ്പോർട്ട് ചെയ്യുന്ന പല ഗുഡ്സുകൾക്കും ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ശരിക്കും 1 lakhൻ്റെ ഗുഡ്സാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, 2 lakh ഒക്കെ എക്സ്പോർട്ട് പ്രൈസ് ആയിട്ട് ഇൻവോയ്സ് എന്ത് ചെയ്യും, ഓവർ പ്രൈസ് ചെയ്ത് കാണിക്കും. അപ്പോൾ കൂടുതൽ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കിട്ടാൻ കാരണമാവും. ഓക്കെ, അപ്പോൾ ദ ഹയർ പ്രൈസ് വേർ ഓഫൺ ജസ്റ്റിഫൈഡ് സൈറ്റിംഗ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവർ ഈ ഹയർ പ്രൈസൊക്കെ ചാർജ് ചെയ്യുമ്പോൾ അവരതിന് പറയുന്നൊരു കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങൾ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാൻ കാരണം എന്താ, ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് അതിനനുസരിച്ച് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് കൂടുമെന്നാണ് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് കൂടുമെന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇതിപ്പോൾ തോന്നിയ പോലെയായി. 1947 എന്ത് വന്നു, സ്വാതന്ത്ര്യം കിട്ടി. അതിന് പരിണിത ഫലമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. ഒരുപാട് ഇൻഡസ്ട്രികൾ, കമ്പനികൾ വരാൻ തുടങ്ങി. ഇവരൊക്കെ എന്ത് ചെയ്തു, കസ്റ്റമേഴ്സിനെ ഓവർ പ്രൈസ് ചെയ്തിട്ടും അതേപോലെ ഗവൺമെൻറ്റിനെ മറ്റു പലതരത്തിൽ ടാക്സ് വെട്ടിച്ചിട്ടൊക്കെ എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനൊന്ന് റെഗുലേറ്റ് ചെയ്യണം. ഇതിനൊരു കൃത്യമായ എന്ത് വേണം, ഒരു സ്ട്രക്ചർ വേണം എന്നതുകൊണ്ട് തന്നെയാണ് ഹെൻസ് ടു റെഗുലേറ്റ് ദ പ്രൈസ് മെക്കാനിസം. തോന്നിയ പ്രൈസ് അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യരുത്, ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇൻ കോർ ഇൻഡസ്ട്രി ലൈക്ക് ഏതൊക്കെയാണ്, സിമൻറ്റ്, ഷുഗർ, ടെക്സ്റ്റൈൽസ് എക്സെട്ര. The provision of the cost records and cost audit was introduced on the recommendation of the Vivian Bose Commission, Datta Commission and Shastri Commission. അപ്പോൾ ഈ പറയുന്ന കമ്മീഷനിലെ ആളുകളൊക്കെ ഇന്ത്യയിലുള്ള ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റെക്കമെൻഡേഷനോട് കൂടെയാണ് കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനം നിലവിൽ വന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ, എന്നാണ് കോസ്റ്റ് ഓഡിറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏതാണ് ഡേറ്റ്, 1965 ഓക്കെ, അത് നോട്ട് ചെയ്യാം. അതിൻ്റെ കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കി ഏറെക്കുറെ. ഒരു നോട്ടുണ്ട്, വായിച്ചു നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയും. അപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്, ബട്ട് കോസ്റ്റ് ഓഡിറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ലിമിറ്റഡ് കമ്പനീസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ഡിസ്കഷനിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ പ്രധാനമായും കമ്പൽസറി ആയി, നിയമത്താൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള 3 ഓഡിറ്റുകളാണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയാറ്. ഫിനാൻഷ്യൽ ഓഡിറ്റ്. രണ്ടാമത് പറയുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ്. ഇത് കൂടാതെ ഒരു ഓഡിറ്റും കൂടെ ഉണ്ട്, സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓഡിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ആരാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുക? നോ ഡൗട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുക. ആരാണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക? നോ ഡൗട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക. ആരാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്യുക? CS, കമ്പനി സെക്രട്ടറി ആണ് എന്ത് ചെയ്യുക, സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് പറഞ്ഞില്ലേ. ഇനി ഇവിടെ നമ്മൾ ആ നോട്ടിൽ പറഞ്ഞ പോയിൻ്റ് എന്താ, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറിയാണ്. എന്നാൽ കോസ്റ്റ് ഓഡിറ്റ് എല്ലാ കമ്പനികൾക്കും എന്തല്ല, കമ്പൽസറി അല്ല എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. നമുക്ക് ആ പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്, ബട്ട് കോസ്റ്റ് ഓഡിറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ലിമിറ്റഡ് കമ്പനീസ്. ചില ലിമിറ്റഡ് കമ്പനികൾക്ക് മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഇൻ ഇന്ത്യ ഫിനിഷ് ചെയ്തു. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കോസ്റ്റ് ഓഡിറ്റും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രയർ ടു 1974 അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം കോസ്റ്റ് ഓഡിറ്റ് വന്ന ഡേറ്റ് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചതാണ്. എന്നാണ്? 1965. എന്നിട്ട് 1974 വരെ ആ ഡേറ്റ് നോക്കാം. പ്രയർ ടു 1974 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന് മുൻപേ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിന് മുൻപേ പറയുമ്പോൾ 1965 മുൻപ് എന്തായാലും വരില്ലല്ലോ. 1965 വന്നത്. അതുമുതൽ 1974 വരെ കോസ്റ്റ് അക്കൗണ്ടൻറ്റിനോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ ഓർ അതർ പേഴ്സൺ who possess the prescribed qualification due to inefficient number of cost accountants in India. ഇന്ത്യയിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആര് കുറവായിരുന്നു? കോസ്റ്റ് അക്കൗണ്ടൻറ്റ് കുറവായതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് പുറമെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനും മറ്റ് അതർ പേഴ്സണും ഹൂ പൊസസ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഇന്ന ക്വാളിഫിക്കേഷനൊക്കെ വേണം എന്ന് പറയുന്ന, വിച്ച് മീൻസ് ചിലപ്പോൾ അത് MCOM ചെയ്യുന്ന ആളുകൾക്കും ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇനി 1974 ശേഷം അല്ലെങ്കിൽ അത് മുതൽ നമ്പർ ഓഫ് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻസ് വാസ് ഇൻക്രീസ്ഡ്. അഥവാ CMAക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് കൂടി. അതിൻ്റെ പരിണിത ഫലമായി ദ സെക്ഷൻ വാസ് അമെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു
വിഡ്രോൺ ദ പവർ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് അതർ പേഴ്സൺ. ആണ്ടാ 1974 മുതൽ സി എക്കാർക്ക് അതേപോലെ അതർ പേഴ്സൺ എന്ന് പറഞ്ഞ മറ്റു പല ആളുകൾക്കും ഓഡിറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ഒഴിവാക്കി. ആർക്ക് മാത്രമാക്കി? സി എം എക്കാർക്ക് മാത്രമാക്കി. അതിൻ്റെ കാരണം പറഞ്ഞു, നമ്പർ ഓഫ് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തു? കൂടി. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കണം, ബട്ട് എന്നാലും നമുക്ക് ഹാപ്പി ആവാനായിട്ടില്ല. നമ്മൾ പറയുമ്പോൾ സി എം എക്കാർക്ക് ഹാപ്പി ആവാനായിട്ടില്ല. Provision was still included in CA and other person can appoint if there is no sufficient number of CMA, which means CMക്കാരുടെ അഭാവത്തിൽ ആരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും? സി എക്കാരനെ ഓഡിറ്ററായിട്ട്, വിച്ച് ഓഡിറ്റ്? കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രൊവിഷൻ സ്റ്റിൽ ഈസ് ദർ. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ കമ്പനീസ് ആക്ട് 1956 അല്ല, ഏതാണ്? കമ്പനീസ് ആക്ട് 2013 മാറി. അന്നാണ് ഓൺലി സി എം എ, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ക്യാൻ ബി ദ കോസ്റ്റ് ഓഡിറ്റർ എന്ന പുതിയ പ്രൊവിഷൻ വന്നു. വിച്ച് മീൻസ് ഏതെടുത്തു കളഞ്ഞു? തൊട്ട് മുൻപേ 1974 മുതൽ ഏതുവരെ? 2013 വരെ ഈ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇതുണ്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അതർ പേഴ്സണോ എന്ത് ചെയ്യാൻ പറ്റില്ല? കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പോൾ ആ ടോപ്പിക്കും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പാരഡൈം ഷിഫ്റ്റ് ഫ്രം എർസ്റ്റ്വൈൽ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് റൂൾ. അപ്പോൾ എന്താണ് ഈ പാരഡൈം എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ചേഞ്ചാണ്. ചേഞ്ച് ഇൻ അപ്രോച്ച്. ഓക്കെ. ഏസ്റ്റ് വൈൽ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് റൂൾ. അതെ, മുന്നേ ഉണ്ടായിരുന്ന കോസ്റ്റ് റെക്കോർഡ്സും റൂൾസിലും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. കമ്പനി ബേസ്ഡ് റെജിം ഷിഫ്റ്റഡ് ടു ഇൻഡസ്ട്രി ബേസ്ഡ് റെജിം. മുന്നേ ഓരോ കമ്പനിക്കായിരുന്നു കോസ്റ്റ് റെക്കോർഡ്സ് ഇന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ അത് ഇൻഡസ്ട്രി ബേസ്ഡ് ആക്കി. വിച്ച് മീൻസ് മുന്നേ റിലയൻസിന് ഇന്നത്, ടാറ്റയ്ക്ക് ഇങ്ങനെ, വിപ്രോക്ക് ഇങ്ങനെ ഓരോ കമ്പനി ബേസ്ഡ് ആയിട്ടാണ് ഇത് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. ഓക്കെ, യെസ്. രണ്ടാമത്തെ, മൾട്ടിപ്ലിസിറ്റി ഓഫ് റൂൾ ടു യൂണിറ്റി ഓഫ് റൂൾ. മൾട്ടിപ്ലിസിറ്റി പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂളുകൾ എന്താണ് ഒരു യൂണിഫോം റൂളിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ ഒരു കാര്യമുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഏർലിയർ എം സി എ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോട്ടിഫൈഡ് സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ഫോർ 44 ഇൻഡസ്ട്രീസ്. മുന്നേ 44 ഇൻഡസ്ട്രീസിന് വ്യത്യസ്തമായ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അഥവാ നമ്മുടെ മൊത്തം കമ്പനിയെ 44 ഇൻഡസ്ട്രി ടൈപ്പാക്കി മാറ്റി. എന്നിട്ട് അതിൽ ഓരോന്നിനെന്ത് സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇംപ്ലൈഡ് ദാറ്റ് മൾട്ടി പ്രൊഡക്റ്റ് കമ്പനി, ഇപ്പോൾ എ ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനി അവരെന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുണ്ടാവും, പിന്നെ ചിലപ്പോൾ മറ്റ് ഫുഡല്ലാത്ത ഇലക്ട്രോണിക് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ചിലപ്പോൾ വെഹിക്കിൾ, അങ്ങനെ നമുക്കറിയാം. ഇപ്പോൾ ടാറ്റയും റിലയൻസും ഒക്കെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, were required to comply with the multiple rules and hence multiple cost audit report were made for the same company. ഒരു കമ്പനിക്ക് തന്നെ ഓരോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതെന്ത് ചെയ്തു? നമ്മൾ മൾട്ടിപ്ലിസിറ്റി എന്നുള്ളതിനെ യൂണിറ്റി ആക്കിയത്. ഒരു കമ്പനിക്ക് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന രീതിയിലേക്കായി പോയി. വെദർ ദ കമ്പനി ഡീൽസ് വിത്ത് മോർ ദാൻ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഓർ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി. ഹവർ ദിസ് വാസ് ചേഞ്ച്ഡ് ടു യൂണിഫൈഡ് സിസ്റ്റം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിസിറ്റി റൂളിനെ ഒരു യൂണിഫോമിറ്റി റൂളിലേക്ക് കൊണ്ടുവരുന്നു. വേർ ഓൾ ദ റൂൾസ് വേർ മെർജ്ഡ് ഇൻ ടു എ സിംഗിൾ സെറ്റ് ഓഫ് റൂൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷാറ്റേഡ് ആയിട്ടുള്ള റൂളുകളെ ഒന്നാക്കി മാറ്റിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആകെ തുക എന്താ വെച്ചാൽ, മുൻപ് കമ്പനികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കമ്പനിയുടെ ഓരോ സ്വഭാവവും കമ്പനി കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുള്ള ഓരോ പ്രൊഡക്റ്റിനും വെവ്വേറെ കോസ്റ്റ് റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ കമ്പനി എന്ന
ഒരു എക്സിസ്റ്റൻസിലേക്ക് വന്ന് കമ്പനി മാത്രം എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു തരത്തിലേക്ക് വന്നു. ഓക്കെ, യെസ്. അടുത്തതായി നമ്മൾ പറയുന്നത് കമ്പനീസ് ആക്റ്റും കോസ്റ്റ് ഓഡിറ്റും തമ്മിലുള്ള ബന്ധമാണ്. നമുക്ക് വായിച്ചു നോക്കാം. വൈ വി ആർ സ്റ്റഡിയിങ് കമ്പനീസ് ആക്ട് സെക്ഷൻ ഇൻ കോസ്റ്റ് ഓഡിറ്റ്. എന്തിനാണ് നമ്മൾ കമ്പനീസ് ആക്ട് കോസ്റ്റ് ഓഡിറ്റിൽ പഠിക്കുന്നത്? നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ്. ഇറ്റ് ആക്ട് ആസ് ബാക്ക് ബോൺ ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഏതാണ് ഈ ഇറ്റ്? കമ്പനീസ് ആക്ട് ബാക്ക് ബോൺ ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, യാ. വി ഹാവ് ടു റെഫർ ചാപ്റ്റർ 10 ഓഡിറ്റ് ആൻഡ് ഓഡിറ്റർ ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ആ ചാപ്റ്റർ നമ്മൾ ആ കമ്പനീസ് ആക്ടിലെ ചാപ്റ്റർ 10 ഒന്ന് റെഫർ ചെയ്താൽ ഇത്രയും സെക്ഷൻസ് കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ സെക്ഷൻസ് ഒന്ന് വായിച്ചു പോവാം. സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റർ ഇൻക്ലൂഡിങ് റൊട്ടേഷൻ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഓഡിറ്റർ 5 years ആകുമ്പോൾ എന്ത് ചെയ്യണം, അവരെ മാറ്റണം. ഓക്കെ, ഇത് ആർക്ക് അപ്ലിക്കബിൾ അല്ല? നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്കസ് ചെയ്യില്ല. അടുത്ത് 140 റിമൂവൽ റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റർ ആൻഡ് ഗിവിങ് ഓഫ് സ്പെഷ്യൽ നോട്ടീസ്. ഇതും കോസ്റ്റ് ഓഡിറ്റർക്ക് എന്തല്ല, അപ്ലിക്കബിൾ അല്ല. അടുത്തത് 141. ഇതെന്താണ്, കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. അഥവാ സി എക്കാരനായിക്കോട്ടെ സി എം എക്കാരൻ്റെയും അഥവാ കോസ്റ്റ് ഓഡിറ്ററുടെ എലിജിബിലിറ്റിയും ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഒക്കെ പറയുന്ന സെക്ഷൻ ഏതാ? 141 ആണ്. അതിവിടെ അപ്ലിക്കബിൾ ആണ്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ, ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ, ഇത് കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ അല്ല. 143 നോക്കാം. പവർ, ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഇത് ആർക്കും, കോസ്റ്റ് ഓഡിറ്റർക്കും അപ്ലിക്കബിൾ ആണ്. 144 ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സർട്ടൈൻ സർവീസസ്. അതും അഥവാ റിസ്ട്രിക്ഷൻ, ചില റിസ്ട്രിക്ഷൻ ഉണ്ടാവും. ഇതും ആർക്ക് അപ്ലിക്കബിൾ ആണ്? കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 145 ഓഡിറ്റർ ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്. അതും അപ്ലിക്കബിൾ ആണ്. പിന്നെ സെക്ഷൻ 146 ഓഡിറ്റർ ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ഇതും കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 147 പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ ഇഫ് എനി വൺ ഓഫ് ദ എബോവ് സെക്ഷൻ നോട്ട് കംപ്ലീറ്റ്. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും സെക്ഷൻസ് എന്ത് ചെയ്തിട്ടില്ല, കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും. അതും കോസ്റ്റ് ഓഡിറ്റർക്ക് അപ്ലിക്കബിൾ ആണ്. ദെൻ അടുത്ത സെൻട്രൽ ഗവൺമെൻറ് ടു സ്പെസിഫൈ ഓഡിറ്റ് ഓഫ് ഐറ്റം ഓഫ് കോസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൈൻ കമ്പനീസ്. ഓക്കെ, ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതൊന്നുകൂടെ വായിച്ചു നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് ടു സ്പെസിഫൈ ഓഡിറ്റ് ഓഫ് ഐറ്റം ഓഫ് കോസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൈൻ കമ്പനീസ്. ഇത് ആർക്ക് മാത്രമുള്ളതാണ്? യൂണിഫോമിലി കോസ്റ്റ് ഓഡിറ്റർക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, സെർട്ടൈൻ കമ്പനികളുടെ കോസ്റ്റ് ഐറ്റംസ് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് കോസ്റ്റ് ഓഡിറ്റർക്ക് എക്സ്ക്ലൂസീവ്ലി ഉള്ള സെക്ഷനാണ് ഇത്, സെക്ഷൻ 148. അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ 148ൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മറ്റത് ആർക്കുള്ള, സി എക്കാർക്കും സി എം എക്കാർക്കും ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ്. ചിലതൊക്കെ നമ്മൾ സി എക്കാർക്ക് എന്തല്ല സി എക്കാർക്ക് മാത്രമുള്ളതാണ്, സി എം എക്കാർക്ക് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ 148 ആർക്ക് മാത്രമുള്ളതാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ആർക്കാ, കോസ്റ്റ് ഓഡിറ്റർക്ക്, സി എം എക്കാരന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 148 ഓഫ് ദ കമ്പനീസ് ആക്ട്. അപ്പോൾ മാഷിവിടെ ഈ ഒരു കമ്പനീസ് ആക്റ്റും കോസ്റ്റ് ഓഡിറ്റും തമ്മിലുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം ഡിസ്കസ് ചെയ്ത്. ഇതിൽ 148 ആണ് എക്സ്ക്ലൂസീവ്ലി സി എം എക്കാർക്കുള്ളതെന്ന് പറഞ്ഞു. ആ 148 ആണ് നമ്മൾ 5th ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തത്.